വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ മാന്യമായി അധികാരികളോട് ചോദ്യം ചെയ്യാനാണ് MSFന്റെ പ്രവർത്തകന്മാർ മലപ്പുറം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ക്യാമ്പസുകളിൽ നിന്ന് ഈ സമരത്തിന് വന്നത്. കളക്ടറേറ്റ് പഠിക്കലും സെക്രട്ടേറിയറ്റ് പഠിക്കലും നടക്കുന്ന സമരങ്ങൾ കേരളത്തിൽ ആദ്യമല്ല. ഇത്തരം സമരങ്ങളെ പോലീസ് അധികാരികൾ കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുകയാണ്. മലപ്പുറം ജില്ലയിൽ MSF നേതൃത്വം കൊടുക്കുന്ന ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കേണ്ടുന്ന MSFന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹാരിസ് മലപ്പുറത്തെ സഹകരണ ആശുപത്രിയിലെ അടിയന്തര ചികിത്സക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. മലപ്പുറത്തെ MSFന്റെ സമരത്തിന് മുദ്രാവാക്യം വിളിച്ച് നേതൃത്വം കൊടുത്ത് ബാനറിന്റെ മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട സഹീർ മലപ്പുറത്തെ ആശുപത്രിയിലെ അടിയന്തര ചികിത്സക്ക് വിധേയമായിരിക്കുകയാണ്. മലപ്പുറത്തെ കളക്ടറേറ്റ് പഠിക്കൽ പേപ്പട്ടിയെ തല്ലുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ തല്ലുമ്പോ കൃത്യമായി അതിനെ മൂവിയിൽ ക്യാമറയിൽ പകർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ കളക്ടറേറ്റ് പഠിക്കൽ കളക്ടറേറ്റിനകത്ത് പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പോലീസ് സേവനന്മാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ പാർട്ടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ വന്നത് ന്യായമായ ആവശ്യത്തിന്. 35,000 വരുന്ന പ്രവർത്തകന്മാർ വിദ്യാർത്ഥികൾ മലപ്പുറത്തിന്റെ തെരുവിലൂടെ തെണ്ടുകയാണ്. അതിൽ കോൺഗ്രസുകാരുണ്ട്, CPM-കാരുണ്ട്. CPM-നെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത കുടുംബങ്ങളിലെ കുട്ടികളുണ്ട്. പറയൂ പ്രിയപ്പെട്ട മന്ത്രി, മലപ്പുറത്തെ മന്ത്രിയോട് ചോദിക്കട്ടെ, ജില്ലാ പഞ്ചായത്തിന്റെ കിഡ്നി ഫണ്ടിനെ അടിച്ചു മാറ്റി മലപ്പുറത്ത് കിഡ്നി വരച്ചു നടക്കാൻ പോകുന്ന പറയണം. 35,000 കുട്ടികൾ തെരുവിൽ അലയേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ വിശദീകരിക്കണം. എന്റെ പ്രിയപ്പെട്ട MSFന്റെ പ്രവർത്തകരെ, നിങ്ങൾ ക്യാമ്പസിലേക്ക് തിരിച്ചു പോകണം. ഈ സമരം ഏറ്റെടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ട്. പോലീസിന്റെ നീട്ടിപ്പിടിച്ച തോക്കിന്റെയും പോലീസിന്റെ നീട്ടിപ്പിടിച്ച ലാത്തിയുടെയും മുമ്പിൽ അനുസരിക്കാൻ മനസ്സില്ലാത്ത ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകരുണ്ട്. മലപ്പുറത്തെ പോലീസ് സമാനന്മാരോട് പറയുകയാണ്, MSFന്റെ പ്രവർത്തകരുടെ കൈത്തലത്തിൽ നിങ്ങൾ പിടിച്ചാൽ ആ കൈത്തലത്തിൽ പിടിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്ന പ്രവർത്തകരെ കുത്തി നടക്കാൻ മാത്രം മലപ്പുറമുള്ള ട്രെയിനറുകൾ മലപ്പുറത്തിന്റെ മണ്ണിലാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയുകയാണ്, ഈ സമരം നയിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് പറ്റിയ പരിക്കുകളുടെ കൂടെ, നിങ്ങൾക്ക് പറ്റിയ പ്രയാസങ്ങളുടെ കൂടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ടാകും. പോലീസ് കൊണ്ടുപോയ പ്രവർത്തകരെ മോചിപ്പിക്കുന്നതുവരെ ഇവിടുത്തെ MLA-മാരും യൂത്ത് ലീഗിന്റെ നേതാക്കളും വിശ്രമിക്കില്ല. അവനെ വന്ന വീട്ടിലേക്ക് അവരെ തിരിച്ചുകൊണ്ട് പറഞ്ഞയച്ചതിനു ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറയാൻ ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ പ്രക്ഷോഭം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. മലപ്പുറത്തെ ഈ തെരുവിൽ ചോരച്ചിതറിച്ചു കിടക്കുകയാണ്. ഈ സമരം കാണുന്ന വിദേശ മലയാളികളെ, ഈ സമരം കാണുന്ന 3.5 കോടി മലയാളികളെ, നിങ്ങൾ മലപ്പുറത്തേക്ക് വരിക. മലപ്പുറത്തിന്റെ കളക്ടറേറ്റ് പഠിക്കൽ ചോരപ്പാടുകൾ കാണാം. ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ശിരസ് പൊട്ടിയൊടുക്കിയ ചോരകൾ കാണാം. ഈ പോലീസ് സേവന്മാരുടെ ലാത്തി കൊണ്ട് അടിയറ്റ പാടുകൾ ഞങ്ങൾക്ക് കാണാം. ഈ സമരം ചോരയിൽ മുക്കിക്കൊള്ളാനാണ് പിണറായി വിജയന്റെ സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ മലപ്പുറത്തിന് ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ MSFന്റെ പ്രവർത്തകർ ആഗ്രഹിക്കുകയാണ്. തേനീച്ച കൂട്ടം കണക്കുമേ പാഞ്ഞു വരുന്ന വരും കാലത്തിലെ പ്രക്ഷോഭത്തിന് ഈ കളക്ടറേറ്റ് പഠിക്കൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും. പോലീസുകാരെ, കൂടുതൽ സന്നാഹങ്ങളുമായി, കൂടുതൽ ജലവീരംഗികളുമായി ഞങ്ങൾ സമരത്തെ നേരിടാൻ നിങ്ങൾ വന്നേക്കുക. ഇൻഷാ അല്ലാഹ് ഈ ന്യായമായ സമരവുമായി നമുക്ക് മുന്നോട്ട് പോകുമെന്ന് ഈ പ്രക്ഷോഭത്തിന് മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന്, എല്ലാവിധ സ്നേഹവും നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രവർത്തകരും നമ്മുടെ ന്യായമായ സമരം നടത്തി നമ്മുടെ പ്രതിഷേധം അറിയിച്ചു. നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് പ്രവർത്തകരുടെ ക്യാമ്പസുകളിലേക്ക് തിരിച്ചു പോകണം. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഞങ്ങളെ ചോദിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ന്യായമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി ഞങ്ങൾ ഈ മണ്ണിലുണ്ടാകും. നിങ്ങൾക്ക് രക്ഷാകർതൃത്വം നൽകാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരുണ്ടാകും. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ, പ്രിയപ്പെട്ട കെട്ടിയാസത്ത് നിൽക്കുമ്പോ സമരത്തിന്റെ പേരിൽ കേസുകളുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചാർത്തിയ പ്രതിപട്ടികയിലെ പേരുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട MSF പ്രവർത്തകരോട് പറയുകയാണ്, മലപ്പുറത്തിന്റെ മണ്ണിൽ നിങ്ങൾ നടത്തിയ ഒരു സമരത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇവിടുത്തെ പോലീസ് സേവന്മാരെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് MSF.